ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സുധീഷ് നിധിയുടെ അടുത്ത് നിന്നെ ഞാൻ ഭാര്യയായിട്ടാണ് കാണുന്നത്, നീ ഇല്ലാണ്ട് പറ്റില്ല, നിൻ്റെ സപ്പോർട്ട് എനിക്ക് ജീവിതകാലം മുഴുവൻ വേണം, നിന്നെ കണ്ട നാൾ മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നിധിയുടെ അടുത്ത് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, ഞാൻ വിചാരിച്ചത് ഞാൻ കാരണം സുധീഷിൻ്റെ ജീവിതവും കൂടെ പോയല്ലോ. സുധീഷ് എന്നെ എങ്ങനെയാണോ കാണുന്നത്, സുധീഷിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഇഷ്ടം എന്നോടുള്ളത് എനിക്ക് അറിയില്ലായിരുന്നല്ലോ, എനിക്ക് അങ്ങനെ ഒരു തോന്നൽ പോലും ഉണ്ടായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയും വളരെ സങ്കടത്തോടെയും പിന്നെ ഒരു നിഷ്കളങ്കതയോടെ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഞാൻ അറിഞ്ഞില്ല സുധീഷിന് എന്നെ ഇത്രത്തോളം ഇഷ്ടമാണോ, ശരിക്കും ഇഷ്ടമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് അങ്ങനെ പെട്ടെന്ന് ആദ്യം എനിക്ക് നിധിയെ അത്രയ്ക്ക് ഇഷ്ടമാണ്, ഈ കടൽ എത്രത്തോളം വലുതാണോ അത്രയും എനിക്ക് നിധിയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നിധിയുടെ അടുത്ത് അവൻ്റെ ഇഷ്ടങ്ങളെല്ലാം തുറന്ന് പറയാണ്. പെട്ടെന്ന് നിധി സുധീഷിനെ വിളിക്കുകയാണ്. സുധീഷ് എന്താ ഒന്നും മിണ്ടാത്തത്, ഞാനിവിടെ ഇരുന്നിരുന്ന് എൻ്റെ വേര് ഉറച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അറിയുന്നത് സുധീഷ് കണ്ടതെല്ലാം വെറും തോന്നൽ മാത്രമായിരുന്നു എന്നുള്ളത്. അയ്യോ, ഞാൻ ഇത്ര നേരം ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, നിധിയുടെ അടുത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ ചിന്തിക്കണം. അങ്ങനെ നിധിയെ വിളിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം നടക്കാം, നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ എന്ന് പറയണം. അങ്ങനെ പോകുമ്പോൾ സുധീഷിൻ്റെ ഫ്രണ്ട് വന്നിട്ട് ഒരു പെൺകുട്ടിയായിട്ട് വഴക്കിടുന്നത് കാണണം. അപ്പോൾ എൻ്റെ കൂട്ടുകാരനാണ്, അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് നിധിയും സുധീഷും കൂടെ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവർ 3 വർഷമായിട്ട് ഞാൻ ആ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ അവൾക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നാണ് പറയണത് എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ഫ്രണ്ടായിട്ട് മാത്രമേ ഇയാളെ കണ്ടിട്ടുള്ളൂ, അല്ലാതെ പാർട്ട്ണറാക്കാനുള്ള ഒരു ചിന്ത പോലും എനിക്ക് ഉണ്ടായിട്ടില്ല, എനിക്ക് അങ്ങനെ കാണാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നു. സുധീഷ് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഞങ്ങളുടെ അതേ സിറ്റുവേഷനിലാണല്ലോ ഈശ്വര ഉള്ളത്, ഞാൻ വേറെ എവിടെയോ വന്ന് പെട്ട പോലെ ആയല്ലോ എന്ന് പറഞ്ഞിട്ട് സുധീഷ് ഇങ്ങനെ ആലോചിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് സിസ്റ്ററെ, നിങ്ങളൊരു പെണ്ണല്ലേ, ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഒരാളെ എങ്ങനത്തെ ആൾ നമ്മുടെ ലൈഫ് പാർട്ട്ണറായി വേണമെന്നുള്ളത് നമ്മളാണ് സ്വയം തീരുമാനിക്കുന്നത്, അല്ലാതെ മറ്റുള്ളവരല്ല. അതുകൊണ്ട് നിങ്ങൾ അവരെ വഴിക്ക് വിടണം, പിന്നെയും എന്തിനാണ് അവർ ശല്യം ചെയ്യുന്നത്, വെറുതെ വിട്ടൂടെ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സുധീഷും പറയുന്നുണ്ട്, അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ ആ കുട്ടിയെ പുറകെ നടന്ന് ശല്യം ചെയ്യണ്ട, വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് പറയണം. അങ്ങനെ അവർ രണ്ടാളും 2 വഴിക്ക് പോകുന്നുണ്ട്, ഫ്രണ്ട്സ് രണ്ടാളും കൂടെ 2 വഴിക്ക് പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് സുധീഷും നിധിയും കൂടെ വീട്ടിലേക്ക് പോകുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഏട്ടന്മാർ കാത്തു നിൽക്കുന്നുണ്ട്. എന്താണ് നിധി, സുധീഷിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ടു, ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിലിരുന്നു, നല്ല ക്ലൈമറ്റ് ആയിരുന്നു, കുറച്ച് നേരം റിലാക്സ് ആയിട്ട് ഇങ്ങോട്ട് വന്നു പറഞ്ഞു. സുധീഷ് ഒന്നും പറഞ്ഞില്ലേ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, പറഞ്ഞില്ല, വക്കീലിനെ കാണാൻ കോടതിക്ക് പോകേണ്ടതല്ലേ, അപ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി കൂട്ടിയിട്ട് പോയതാണെന്നാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രാത്രിയായപ്പോൾ അവരെല്ലാവരും കിടക്കാൻ നോക്കുമ്പോൾ സുധീഷ് സുഭാഷിനോടും നികേഷിനോടും ഹരീഷിനോടും പറയുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിച്ചോന്ന് പോലും നിങ്ങൾ ചോദിച്ചില്ലല്ലോ, എനിക്ക് സങ്കടമുണ്ടോ, എന്താണ് പ്രശ്നം എന്ന് പോലും നിങ്ങൾ അന്വേഷിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പരിഭവം പറയുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.